ഒരുപാട് വാർത്തകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഓപ്പറേഷൻ സിന്ദൂരിലൂടെ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. നിരവധി ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു. അതീവ ജാഗ്രതയിൽ മുന്നോട്ട് നീങ്ങുകയാണ് രാജ്യം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും നിരവധി ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു. നിരവധി ഭീകരർ കൊല്ലപ്പെട്ടു. ലക്ഷ്യമിട്ടത് 600ഓളം ഭീകരരെ. കരവ്യോമ നാവികസേനയുടെ സംയുക്ത ഓപ്പറേഷൻ. ആക്രമണം തത്സമയം നിരീക്ഷിച്ച് പ്രധാനമന്ത്രി. ഭാരത് മാതാ കി ജയ് വിളിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂർ സ്ഥിരീകരിച്ച് പാകിസ്ഥാൻ. 5ഇടങ്ങളിൽ ആക്രമണം ഉണ്ടായതായി പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്. 8 പേർ കൊല്ലപ്പെട്ടതായും 35 പേർക്ക് പരിക്കേറ്റതായും സ്ഥിരീകരിച്ചു. തിരിച്ചടിക്കുമെന്ന പാകിസ്ഥാൻ. അടിയന്തര യോഗം വിളിച്ച് പാക് പ്രധാനമന്ത്രി. അതീവ ജാഗ്രതയിൽ രാജ്യം. അതിർത്തി മേഖലകളിലെ വിമാനത്താവളങ്ങൾ അടയ്ക്കുന്നു. പ്രധാന നഗരങ്ങളിലെല്ലാം ജാഗ്രത ശക്തം. ഡൽഹിയിൽ അടിയന്തര യോഗങ്ങൾ. പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും സേനാ മേധാവികളും കൂടിക്കാഴ്ച നടത്തിയെന്നും റിപ്പോർട്ട്. കരസേനയുടെ വാർത്താ സമ്മേളനം 10 മണിക്ക്. നയതന്ത്ര നീക്കം ശക്തമാക്കി ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂരിന്റെ സാഹചര്യം ലോകരാജ്യങ്ങളോട് അറിയിച്ച് ഇന്ത്യ. US സ്റ്റേറ്റ് സെക്രട്ടറിയുമായി സംസാരിച്ച് അജിത് ഡോവൽ. ബ്രിട്ടൻ, സൗദി, UAE രാജ്യങ്ങളെ സ്ഥിതിഗതികൾ അറിയിച്ചു. സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ. വിശദമായ വാർത്തയിലേക്ക്.